രണ്ടാഴ്ചക്കകത്ത് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്താ പറയുക നമ്മളെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതേ കണ്ടോ. ഒരു കാരണവശാലും 5000 രൂപ കൂടുതൽ കൊടുത്ത് ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പോകരുത്. ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് എൻ്റെ പഴയ വണ്ടിയെങ്കിലും തന്നാൽ മതി. ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എങ്ങനെയെങ്കിലും നമ്മളിൽ നിന്ന് പൈസ ഒപ്പിക്കുക എന്നുള്ളതല്ലാതെ. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു സാറിന് പഴയ വണ്ടി കിടപ്പുണ്ട് അത് വേണമെങ്കിൽ തരട്ടാന്നൊക്കെ ചോദിച്ചത്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ വണ്ടി മേടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നവും അല്ലെങ്കിൽ ആഗ്രഹവും ഒക്കെയാണ്. അതിപ്പോൾ ഒന്നാമത്തെ വണ്ടി എന്നുള്ളതല്ല, ഇനി മൂന്നാമത്തെ വണ്ടി ആയാലും 5ാമത്തെ വണ്ടി ആയാലും 10ാമത്തെ വണ്ടി ആയാലും നമ്മൾ ആ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരാളെയാണ് ഇതേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇത് രഞ്ജിത്തേട്ടനാണ്, ആറ്റിങ്ങൽ വിനായക ടെക്സ്റ്റൈൽസിൻ്റെ ഓണറാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഒരു വണ്ടി ബുക്ക് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇതുപോലൊരു വീഡിയോ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുന്നതിലൂടെ ചില തട്ടിപ്പുകളുണ്ടല്ലോ, ഈ സ്കാംസിൽ പെടാണ്ടിരിക്കാനുള്ളൊരു പ്രിക്കോഷനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ചേട്ടാ എന്താണ് സംഭവിച്ചത്? ആക്ച്വലി എനിക്ക് വേറെ വണ്ടികളുണ്ട്, പക്ഷേ ഞാൻ നോക്കുമ്പോഴേ എൻ്റെ ഒരു മാസത്തെ യാത്ര എന്ന് പറഞ്ഞൊരു 2000 കിലോമീറ്റർ മുകളിൽ പോകും. 3000 കിലോമീറ്റർ വരെയൊക്കെ ആവും. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ നല്ലൊരു എമൗണ്ട് എനിക്ക് ഈ ഫ്യൂവൽ അതിനകത്ത് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ. അതുമാത്രമല്ല ഇപ്പോൾ ഇത് പെട്രോളിൻ്റെ ഹൈക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ള വണ്ടികളെല്ലാം പെട്രോളാണ്. എല്ലാ വണ്ടികളും പെട്രോളാണ്. വേറെ 2 വണ്ടികളുണ്ട്, അപ്പോൾ രണ്ടും പെട്രോളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു എക്സ്പെൻസ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പഠിച്ചപ്പോഴത്തെ ഇലക്ട്രിക് വണ്ടി ലാഭകരമാണ്. അങ്ങനെ ഞാൻ കുറച്ച് പഠിച്ചു. ജനുവരി മാസം മൊത്തവും പഠിച്ചു. ജനുവരി മാസം മൊത്തം പഠിച്ചതിന് ശേഷം ഞാൻ മനസ്സിലായി ടാറ്റയുടെ വണ്ടികൾ കുഴപ്പമില്ല, നമുക്ക് റീസണബിൾ റേറ്റാണ്. അത്യാവശ്യം എനിക്ക് സാധാരണ ഒരു ദിവസം ഒരു 70-80 കിലോമീറ്റർ ഡെയിലി ഞാൻ യാത്ര ചെയ്യാം. അപ്പോൾ അത് ഒരു നോർമൽ ട്രിപ്പാണല്ലോ. അപ്പോൾ എനിക്ക് രാത്രി ചാർജ് ഇട്ടാൽ പിറ്റേന്ന് രാവിലെ എനിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു വണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ ടാറ്റ പഞ്ച് കൊള്ളാം. പഞ്ച് ഇ വി, അതെ പഞ്ച് ഇ വി തന്നെയാണ് കൊള്ളാം. അങ്ങനെ ഞാൻ വെറുതെ ഈ ഇതിനകത്ത് കുറേ ഇത് വരുമല്ലോ, അതിനകത്ത് ഫില്ല് ചെയ്ത് അയച്ചു. ടാറ്റ പഞ്ച് ആഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫില്ല് ചെയ്ത് അയച്ചപ്പോൾ 2-3 ഡീലേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്തു. അതിൽ ഒന്നായിരുന്നു ട്രിവാൻഡ്രം മോട്ടോഴ്സ്, മറ്റൊന്നാണ് ഇവിടെ കോരാണിക്ക് അടുത്തുള്ള ലെക്സൺ മോട്ടോഴ്സ്. അങ്ങനെ ഇവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തില്ല. യഥാർത്ഥത്തിൽ ലെക്സൺ അവരെന്നെ കോൺടാക്ട് ചെയ്തില്ല, ട്രിവാൻഡ്രം മോട്ടോഴ്സാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അവർ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വാഗണറാണുള്ളത്, അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് വേറൊരു വണ്ടി എടുക്കണം, അത് ടാറ്റ പഞ്ച് തന്നെ എടുക്കണം, ഇ വി തന്നെ വേണം. ഓക്കെ, അവർ വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ അവർ 2 എക്സിക്യൂട്ടീവ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം മോട്ടോഴ്സിലുള്ള അവർ ഫാസ്റ്റായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ അവരൊന്ന് പറഞ്ഞ് വണ്ടി കണ്ടിട്ട് നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ആൾ വന്നു, വണ്ടി നോക്കി. അവർ 4.5 ലക്ഷം രൂപ എൻ്റെ വണ്ടിക്ക് വില പറഞ്ഞു. അത് ഏത് മോഡൽ വണ്ടിയായിരുന്നു? അത് ഞാൻ ഇപ്പോൾ എടുത്ത് 5 വർഷമല്ല, അപ്പോൾ 2021 മോഡൽ, 5 വർഷം. അതിൻ്റെ ലോണൊക്കെ തീർന്നു. അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു 1 ലക്ഷത്തിന് അടുപ്പിച്ച് ഓടി. അപ്പോൾ നല്ല ഓട്ടം എന്നല്ലെങ്കിലും ഓട്ടം ഉണ്ട്. അത് മതി എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് എന്തായാലും ഇ വിയിലേക്ക് മാറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാനായിരുന്നു. ഇവർ വന്ന് പറഞ്ഞു 4.5 ലക്ഷം രൂപ വരെ. ഓക്കെ, അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ച് ഇവർ യാർഡിൽ കൊണ്ടുപോയി വണ്ടിയെ കാണിച്ചു, നല്ല വണ്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പ്രസ്ഡ് ആയി. അപ്പം ഞാൻ ട്രിവാൻഡ്രം മോട്ടോഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസമല്ല, അതിൻ്റെ പിറ്റേന്നോ കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള, അതായത് കോരാണി അടുത്തല്ല, ഞാൻ അവിടെ ആറ്റിങ്ങിലാണ് താമസിക്കുന്നുണ്ട്, കോരാണിയിലുള്ള ഈ ലെക്സൺ മോട്ടോഴ്സ് അതുവഴി പോകുമ്പോൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ കയറി ചെന്നു. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോൾ കുറച്ച് അവിടെ ഇരിപ്പുണ്ട്. അവർ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് ആൾക്കാരൊക്കെ എക്സിക്യൂട്ടീവ് വരും, പക്ഷേ നിങ്ങൾ എന്തിനു വന്നെന്ന് പോലും ചോദിക്കാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ല, റിസപ്ഷനിൽ ഒറ്റ ആളില്ല. എന്നാലും ഞാൻ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇ വി പഞ്ച് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, വിളിച്ചോണ്ടിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇന്നൊരു വണ്ടിയാണുള്ളത്, വാഗണറാണുള്ളത്, എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ശരി സാർ, നമുക്ക് ഒരാളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാളെ അയക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നോർമൽ പ്രൊസീജിയർ തന്നെ, മറ്റടുത്ത് ട്രിവാൻഡ്രം മോട്ടോഴ്സ് അറിയുന്ന അതിനൊക്കെ തന്നെ ഇവർ ചെയ്യുന്നത്. ഓക്കെ നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞു. ആൾ വന്ന് വണ്ടി കെട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ എത്ര രൂപ വേണമെന്നാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വണ്ടിയുടെ കച്ചവടം അല്ല, എനിക്ക് അതിൻ്റെ വില അറിഞ്ഞൂടാ, നിങ്ങൾ റേറ്റ് പറയാം, ഞാൻ ഓക്കെ ആണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ വില 3.5 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞു ഞാൻ തരുന്നില്ല, കാരണം എനിക്ക് ട്രിവാൻഡ്രം മോട്ടോഴ്സ് സാർ 4.5 പറഞ്ഞതാണ്.
അപ്പോൾ പറഞ്ഞു സാറ് അത് അവർ വെറുതെ പറയണതാണ്, അവർ ഇത്രയും തരാനല്ല പറയുന്നത്, സാറിന് ഒരു 385 തരാം, പിന്നെ 20,000 രൂപ എന്താണ് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 4-5 കിട്ടും, സാറ് നമ്മൾ സഹകരിക്കണം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും നോക്കിയപ്പം അതുമല്ല അവരുടെ ട്രിവാൻഡ്രം മോട്ടോഴ്സിൻ്റെ സർവീസ് ഒന്നും അത്ര മെച്ചമല്ല. അവരാണ് നെക്സൺ മോട്ടോഴ്സ് പറഞ്ഞു. അതുമാത്രമല്ല നെക്സൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞത് വേറെ എന്തൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു, അതിപ്പോൾ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ല. അവരാണ് ഭയങ്കര മെച്ചപ്പെട്ട സർവീസ്, കേരളം മൊത്തത്തിൽ അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ശരിയാണെന്നുള്ളതല്ല, ഒരു 19,000 കുറഞ്ഞാലും വേണ്ടിയില്ല, വീടിനടുത്തുള്ള ആണല്ലോ, എനിക്കെപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് പോയി വരാനും ഇതായിരിക്കും എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് എന്തോന്ന്, എനിക്ക് 6 മണിക്ക് ശേഷമാണ് ഇവർ വരുന്നത്. അന്ന് രാത്രി തന്നെ അവർ ഇതിൻ്റെ ഇതൊക്കെ എഴുതി എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 3,85,000 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്, വേഴ്സിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കും 3,80,000 ഓക്കെ, ഒപ്പിട്ട് കൊടുത്ത് അപ്പം തന്നെ ഒരു വണ്ടിയും കൊണ്ട് പോയി. അതിനുശേഷം എനിക്ക് വണ്ടിയില്ല എന്നുള്ളതല്ല, എനിക്ക് വേറൊരു വണ്ടിയുണ്ട്, അത് ഹോണ്ട സിറ്റിയാണ്, ഒത്തിരി മൈലേജ് കൂടുതലാണ്, അതുകൊണ്ട് അതേ ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ലോങ് പോകുമ്പോൾ കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞില്ല ഡെയിലി 70 കിലോമീറ്ററാണ് ഓടുന്നത്, ചെറിയ വണ്ടി മതി, സിറ്റി യൂസാണ്. അപ്പോൾ ഞാൻ എന്നാലും ഈ വണ്ടി വിചാരിച്ച് സിറ്റി ഉപയോഗിക്കാമല്ലോ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ തൊട്ട് സിറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കാം വണ്ടി കിട്ടും. അപ്പോൾ അവർ ചോദിച്ചു അത് കളർ വേണം, അപ്പോൾ കുറേ കളർ കാണിച്ചു. അപ്പോൾ അതിൽ റെഡ് ഓൾറെഡി സിറ്റി ഉള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു, വൈറ്റും വേണ്ടാന്ന് വെച്ചു, ബ്ലാക്ക് വേണ്ടാന്ന് വെച്ചു, പിന്നെ ഉള്ള വരുന്നൊരു ആഷ് കളറും പിന്നെ വേറൊരു കളറും ആയിരുന്നു. അപ്പോൾ എന്തൊരു പ്യുവർ ആഷ് അങ്ങനെ എന്തോടാണ് അതിന് പേര്. അപ്പോൾ അത് എടുക്കാൻ തന്നെ തീരുമാനിച്ചു, എഴുതി കൊടുത്തു, ഓക്കെ ആയി. അഡ്വാൻസ് ഈ പറഞ്ഞ 3,85,000 രൂപയും അഡ്വാൻസ് ആയിട്ട് വരെ വെച്ചു. പൈസ ഒന്നും എൻ്റെ കയ്യിൽ തന്നില്ല, എല്ലാ പൈസയും അവർ അഡ്വാൻസ് ആയിട്ട് വെച്ച് ശരി സാറെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അവർ 2 ആഴ്ചയാണ്. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു, അയാളുമായിട്ട് സംസാരിച്ച് പറഞ്ഞ് ഇപ്പോൾ ടാറ്റ ഫെബ്രുവരി മാസം ആയതുകൊണ്ട് മാർച്ച് മാസം ഇനി പ്രൊഡക്ഷൻ ഒന്നും ഇല്ല, ഇനി പ്ലാന്റിൽ വേറെ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത് കിടക്കുന്ന സാധനങ്ങളെല്ലാം വിറ്റഴിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കളർ ഇല്ല, നിങ്ങൾ പറഞ്ഞ കളർ ഇല്ല, സാറൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ വെയിറ്റ് ചെയ്യാം, കളർ റെഡ് വേണ്ട എന്നുള്ള ആ രീതിയാണല്ലോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഓരോ എക്സ്ക്യൂസ് പറയും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കാണാം ഈ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു. ഞാൻ ബുക്ക് ചെയ്ത ഓൾഡ് പഞ്ചാണ്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അവർ പറഞ്ഞു സാറിന് ഇനി പുതിയ വണ്ടിയാണ് തരാൻ പോകുന്നത്, വില കുറഞ്ഞിട്ടുണ്ട്, ബാറ്ററിക്ക് എത്ര വർഷം വാറണ്ടി ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ കളറുണ്ട്, ഈ കളറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും പറഞ്ഞു സാർ ഒന്നുകൂടെ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാൾ വേറെ ഒന്നുകൂടെ ബുക്കിംഗ് എടുത്തെന്ന് എനിക്ക് ആ പേപ്പറും തന്നില്ല, എന്നാലും അവർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്തെന്ന് തോന്നുന്നു, പുതിയ വണ്ടിയുടെ ബുക്കിംഗാണ്, സാറാണ് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ ഇമ്പ്രസ് ചെയ്തൊക്കെ അവർ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാനും വിചാരിച്ച് ഫേസ് ലിഫ്റ്റ് ചെയ്ത ടാറ്റ ബാറ്ററിക്ക് ബാക്കപ്പ് ഒക്കെ ഉണ്ട്, കൂടുതലുണ്ട്, അതുമാത്രമല്ല വാറണ്ടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞ് ഇനി ഫേസ് ലിഫ്റ്റ് ചെയ്ത ടാറ്റ ഉണ്ടാക്കി തുടങ്ങുന്നതേ ഉള്ളൂ, അത് വരാൻ സമയമെടുക്കും, സാറാണ് അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ, സാറിന് തന്നിട്ട് ഇത് ആർക്കും കൊടുക്കുകയുള്ളൂ. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു സാറിന് പഴയ വണ്ടി കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ തരട്ടാന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അത് ആണെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഞാൻ ബുക്ക് ചെയ്ത വേരിയൻ്റ് അടുത്ത വേരിയൻ്റാണ്, അതായത് ഈ സൺറൂഫൊക്കെ ഉള്ള വേരിയൻ്റ്. അത് സൺറൂഫ് വലിയ ഉപയോഗമുള്ള ഗ്യാസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത, എൻ്റെ സിറ്റിയിൽ സൺറൂഫ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുക പോലും ഇല്ല. അപ്പോൾ പിന്നെ അത് വേണ്ടാന്നുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, അതുകൊണ്ട് ഞാൻ സൺറൂഫ് വേണ്ട, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തതിനേക്കാളും 1,00,000 1,50,000 രൂപ അധികം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വരുമ്പോൾ തന്നാൽ മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞു. അപ്പം എനിക്ക് ഇപ്പോൾ ഈ മറ്റേ സിറ്റി കിടന്ന് ഓടുന്ന കാരണം എനിക്ക് ഇപ്പോൾ ലോങ് റൂട്ട് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ശരിക്കും നല്ല പോലെ എണ്ണ ചിലവാകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമം തന്നെ. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് വണ്ടി വന്നില്ല, ഇതുവരെയ്ക്ക് ആരും കൊടുത്തില്ല. ഞാൻ ചോദിച്ചു നിങ്ങളെ അത്രയും വലിയ പ്ലാന്റ് അല്ലേ ടാറ്റയുടേത്, നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടാക്കി തരാൻ ഇത്രയ്ക്ക് പാടാ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ചായി ആയിട്ട് ഒന്നും ആവുന്നില്ല. അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറേ കഴിഞ്ഞു, ഏപ്രിലായപ്പോഴും വണ്ടി കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഒത്തിരി ചൂടായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാറിന് വേണമെങ്കിൽ ഒരു മഞ്ഞ കാരമൽ അങ്ങനെ എന്തൊരു കളറ്, അങ്ങനെ ഒരു കളറുണ്ട്, സാറ് വേണമെങ്കിൽ അത്
അത് എടുത്തോ. അതായത് ആ ഒരു കളർ അടിച്ചേൽപ്പിക്കാൻ. അതെ 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 അത് അപ്പോൾ അവൻ തന്നെ ആ ഈ എടുത്ത എക്സിക്യൂട്ടീവ് തന്നെ പറയുന്നുണ്ട്, സാർ ഇത് വേറൊരാൾക്ക് ബുക്ക് ചെയ്താണ്, വണ്ടി വന്നപ്പോൾ അവർക്ക് വേണ്ടാത്തതുകൊണ്ട് യാടി കിടക്കുന്ന, സാറ് വേണമെങ്കിൽ എടുത്തോ. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതെങ്കിലും എടുക്കാം. അങ്ങനെ എനിക്ക് അറിഞ്ഞു നീ അതിൻ്റെ കളർ എനിക്കൊന്ന് അയച്ചാ. അങ്ങനെ ആ അയച്ചെന്ന് ഞാൻ വൈഫിനെയും മോളെയൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കൊള്ളത്തില്ല, ഈ കളർ വേണ്ട നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സാധനം വേണ്ട, അടുത്ത ഏതെങ്കിലും വരുമ്പോൾ തന്നാൽ മതി. അങ്ങനെ അടുത്ത വീണ്ടും ഞാൻ വെയിറ്റിംഗ് ആയി. ഏപ്രിൽ കഴിഞ്ഞു, മെയ് ആയപ്പോഴും ഞാൻ വിളിച്ച് അവസാനം ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു ചോദിക്കും, സാറിന് ഒരു സൂപ്പർ നോവ കോപ്പർ അത് സാറിന് തന്നാൽ സാർ എടുക്കുമോ? വേറെ കളർ എനിക്കൊന്ന് ബാക്കി വരുന്ന കളറൊക്കെ എന്നെ കൊണ്ട് എടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ആര് വിളിച്ച് പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആഷ് കളർ മതിയായിരുന്നു. കാരണം മറ്റേ കളർ ഞാൻ വിചാരിച്ചു ഈ സൂപ്പർ നോവ കോപ്പറും അന്ന് കാണിച്ച കളറും സെയിം തന്നെയാണെന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു നീ അതിൻ്റെ ഒരു പടം അയച്ചതാ, ഞാൻ ഒന്ന് ഇത് കണ്ടു നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചതെന്ന് വൈഫിനെ കാണിച്ചപ്പോൾ ഓക്കെ, അതെങ്കിൽ അത് ഓക്കെ. അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തു. മെയ് മാസം ആദ്യം ഇപ്പോൾ ഫിക്സ് ചെയ്തു, ഇത് മതി ഓക്കെ. അങ്ങനെ പറഞ്ഞ് അപ്പോൾ പറയുന്നത് വെച്ചാൽ ഇത് ബാംഗ്ലൂരിൽ നിന്നോ ഏതോ ഒരു സ്ഥലത്തുനിന്ന് വണ്ടി അല്ല ട്രാക്കിൽ ഇത് മറ്റേ അതിൽ കയറിയിരിക്കുന്നതേ ഉള്ളൂ. അത് ട്രാൻസിറ്റിലാണ്. എനിക്ക് ട്രാൻസിറ്റ് നമ്പരും പിന്നെ ഒരു ചേസ് നമ്പരും അയച്ചു, സാർ ഇതാണ് സാറിൻ്റെ വണ്ടി, ചേസ് നമ്പർ ഇതാണ്, ട്രാൻസിറ്റ് നമ്പർ സാർ വേണേൽ ചെക്ക് ചെയ്യാം. ഈ ട്രാൻസിറ്റ് നമ്പർ എവിടെയെന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യും. ചേസ് നമ്പർ കിട്ടിയിട്ട് എന്തോ വേണ്ടിയില്ല, വീണ്ടും വെയിറ്റിംഗ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മെയ് കഴിഞ്ഞപ്പോഴത്തേക്ക്, മെയ് ഒരു പകുതിയൊക്കെ ആയപ്പം വണ്ടി ട്രിവാൻഡ്രത്ത് വന്നു. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു ഈ വണ്ടി എവിടെയുണ്ട്? വണ്ടി ട്രിവാൻഡ്രത്ത് വന്നു സാർ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയി കൊണ്ടുവരണം, നിങ്ങൾ എന്നെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇന്ന് തന്നെ എടുപ്പിക്കാം. ഈ എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ആളൊരു ഇത് എന്തൊരു പറയണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരാളായിപ്പോയി. കാരണം പലതും ഞാൻ വിളിച്ച് പറയുമ്പോഴാണ് ഓർക്കുന്നത് തന്നെ. അയാൾ ഓർക്കുന്നത് തന്നെ ഞാൻ വിളിക്കുമ്പോഴാണ് അത് തന്നെ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകണമെന്ന് ഞാനൊരു ഒരാഴ്ച മുമ്പേ അറിഞ്ഞു. ഞാൻ ഈ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇയാളെ വിളിക്കുമ്പം അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഫേസ് ലിഫ്റ്റ് ആണെന്നുള്ള ഡീലേഴ്സിന് പോലും ധാരണയില്ല, ഈ എക്സിക്യൂട്ടീവ്സിന് ഒരു ധാരണയില്ല. അല്ല എനിക്ക് ഫേസ് ലിഫ്റ്റ് വരാൻ പോകണമെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞ അന്നോട്ടെ പഞ്ചിന്റെ പ്രാന്ത് കയറി ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ ഫേസ് ലിഫ്റ്റ് ഇയാൾക്ക് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിനെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. 2 ദിവസം മുമ്പ് പറഞ്ഞു സാറേ ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇനി സാറിൻ്റെ ഇതൊക്കെ ക്യാൻസലായിട്ട് പുതിയ വണ്ടി ആയിരിക്കും തരാൻ പോണത്. അവർക്ക് പോലും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരിതില്ല. അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും ഈ വണ്ടി വന്നപ്പോഴത്തേക്ക് അതങ്ങ് യാർഡിൽ കിടക്കുകയാണ്. യാർഡിൽ നിന്ന് ഇങ്ങ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പം ഞാനിത് വണ്ടി അന്ന് വാങ്ങിക്കുമ്പോൾ പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് കിടക്കുന്ന പഴയ, ഞാൻ ഒരു ഉപയോഗിക്കാത്ത വീടെന്നല്ല, ഞാൻ അത് സെല്ല് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. അപ്പം അവിടെ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്, ലോൺ പ്രശ്നമാണ്, ലോണിൻ്റെ അഡ്രസ്സ് വന്ന പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന കണക്ക് ട്രിവാൻഡ്രത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്, അവിടുത്തെ അഡ്രസ്സിൽ വേണം എനിക്ക് വേണമെന്ന് അന്നേ പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഈ എക്സിക്യൂട്ടീവ് വേണമല്ലോ ഇതൊക്കെ നമ്മളടുത്ത് പറഞ്ഞു തരാറ്. നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർ പറഞ്ഞത്, അപ്പം ഞാൻ അന്വേഷിച്ച് പറഞ്ഞു ഇത് ആധാർ ഏത് അഡ്രസ്സിലാണോ ആ അഡ്രസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടത്തുള്ളൂ. ശരി, ഈ കാര്യം അവർ നേരത്തെ പറയണം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിനാദ്യം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന്. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞ് ഇത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം പറ്റില്ല, ആധാർ ശരിയാക്കിക്കൊണ്ടെന്നല്ലേ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ ഞാൻ പോയി ഗസറ്റ് ഓഫീസറെ കൊണ്ട് ഇതൊക്കെ എഴുതി വാങ്ങിച്ചു. ആധാർ അപ്ഡേറ്റ് ചെയ്ത് അഡ്രസ്സും കിട്ടി, അഡ്രസ്സും വാങ്ങിച്ച് ആധാർ അയച്ചു കൊടുത്തു. ഇപ്പോഴത്തെ പൊസിഷൻ പറയുകയാണെങ്കിൽ അത് ഈ ആധാർ എല്ലാം RTI കൊടുത്തിട്ടുണ്ട്. ഈ ആധാർ കൊടുത്തിട്ട് ഇപ്പം ഞാൻ ആധാർ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് 5 ദിവസമാവും. ഇന്നിപ്പോൾ 5 ദിവസമാവും. ഇതുവരെയും അതിൻ്റെ RTO ഒന്നും അതിൻ്റെ നമ്പരോ ഒന്നും ആയിട്ടില്ല. 4 വർക്കിംഗ് ഡേയ്സ് ആണ് ഞാൻ അന്വേഷിച്ചപ്പം പറയുന്നത്. പക്ഷേ ഇന്നേ ഒരു RTO നമ്പർ ആകുകയോ ഇപ്പം ഇത് ആധാർ അവിടെ കൊടുത്തിട്ടുണ്ടാകുന്ന ഒന്നും എനിക്ക് യാതൊരു ധാരണയില്ല. ഇനി ഇത് എന്ന് കിട്ടുമെന്നുള്ള ദിവസത്തിനെ കുറിച്ചും എനിക്ക് ധാരണയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഈ വരുന്ന എക്സിക്യൂട്ടീവ് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. മനസ്സിലായി. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മാത്രമല്ല
ഈ വരുന്ന കസ്റ്റമറിന് എന്താണ് വേണമെന്നതിനെക്കുറിച്ച് അവന് യാതൊരു ഒരു പിടുത്തമില്ല. ഒന്ന്, നമ്മുടെ കയ്യിൽ ഇത് വണ്ടി കൊടുക്കരുത്, എക്സ്ചേഞ്ച് സംഭവം ചെയ്യരുത്. പിന്നെ ഇവിടെ എനിക്ക് പറ്റിയ പാളിച്ചത് പറയാം. 4.5 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെ ഞാൻ 3.85 ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചത്. അവിടെയും വേറെ പ്രശ്നമുണ്ട്. പഴയ വണ്ടിക്ക് എക്സ്ചേഞ്ച് ബോണസ് 20,000 കിട്ടും, പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇല്ല. ഓക്കെ, അതായത് ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ളതിന് എക്സ്ചേഞ്ച് ബോണസ് ഇല്ല. അപ്പം എന്ത് പറ്റി? ഈ 3.85 20,000 വീണ്ടും കുറച്ചു. ഓക്കെ, 3.65 ഉള്ളൂ ഈ വണ്ടിക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് സാറ് 3.85 തന്നെയാണ് വില, പക്ഷേ 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കൊണ്ട് ചേർത്താണ് 3.85 വരുന്നതെന്ന്. ഓക്കെ ഓക്കെ, മനസ്സിലാവണല്ലേ? അവർ വേറൊരു രീതിയിൽ ഉടായിപ്പായി. അതെ അതെ, അത് അവർ ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് പൈസ എത്ര രൂപ വേണം, സാറിൻ്റെ എത്ര രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓ ഓ, ഓക്കെ ഓക്കെ, മനസ്സിലാവില്ലേ? നിങ്ങൾ എത്ര രൂപ ലോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിക്ക് എനിക്ക് മാക്സിമം വില കിട്ടിയാലേ കാണാം. പക്ഷേ ഞാൻ അങ്ങനെ നഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അധികം കിലോമീറ്റർ ഓടിയെന്നല്ല, വേറെ വേറെ പണികൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഒരു കാരണവശാലും 5,000 രൂപ കൂടുതൽ കൊടുത്ത് ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പോകരുത്. അതെ, ബുക്കിംഗ് ഫീസ് 5,000 രൂപ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി പൈസ എത്ര ഇരുന്നാലും ഇനി നമ്മളെ കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് എൻ്റെ പഴയ വണ്ടിയെങ്കിലും തന്നാൽ മതി, ഞാനത് ഓടിച്ചിറന്നോളാം. കാരണം എനിക്കത് ഓക്കെ ആയിരുന്നു, നല്ല വണ്ടിയായിരുന്നു. ഒരു 17-18 കിലോമീറ്റർ കിട്ടുമായിരുന്നു. ഈ സിറ്റി ഓടുമ്പോൾ 10-12 കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ വന്നാലും എനിക്ക് ഡെയിലി യൂസിന് അതിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ വണ്ടിയാണ്, ഇത്രയും വലിയ വണ്ടി ഓടേണ്ട ആവശ്യം യഥാർത്ഥമില്ല. ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ വാഗണാർ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു കേസ്. പിന്നെ ഈ രജിസ്ട്രേഷനെ കുറിച്ചോ ഇൻഷുറൻസ് എത്ര ആവുന്നതിനെ കുറിച്ചോ, ഇൻഷുറൻസ് ഇപ്പോൾ അവിടെ അയ്യോ അതതിനേക്കാൾ തമാശയാണ്. ഇൻഷുറൻസ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ലിസ്റ്റ് അയച്ചു തന്നു, ഇതുമായി ബന്ധപ്പെട്ട് ആവുന്ന ചാർജസ് എല്ലാം കൂടെ. ഇതെല്ലാം കൂടെയാണ് ഇത് ലോണായിട്ട് അങ്ങോട്ട് കൊടുത്തത്. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 55,000 രൂപയായിരുന്നു. 55,000 രൂപയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വില കൂടുതൽ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ അന്വേഷിച്ച് അവസാനം ഞാൻ ഇൻഷുറൻസ് 38,000 രൂപയ്ക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് എടുത്തു 38,000. അങ്ങനെയെങ്കിലും ഒരു 10-20,000 രൂപ എനിക്ക് ലാഭം കിട്ടട്ടെ എന്ന് ഞാൻ ചെയ്തതാണ്. മനസ്സിലായി. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എങ്ങനെയെങ്കിലും നമ്മളെ നിന്ന് പൈസ ഒപ്പിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അങ്ങനെ 2026 ജനുവരി 25-ാം തീയതി കൊടുത്ത കാറ് ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയതുമില്ല. അതിനിപ്പോൾ അവരൊരു വണ്ടി കിട്ടിയതുമില്ല. ഞാനിപ്പോഴിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വെയിറ്റിംഗ്. അതെ, മുകളിലായി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസമായി. ഈ 4 മാസമായിട്ടും എനിക്കൊരു വണ്ടിയില്ല. നല്ലൊരു വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹം വെച്ചാൽ നമ്മളിതിൻ്റെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു വെയിറ്റിംഗ് തന്നെയാണ്. അതെ, ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ വാഗണാറിൽ എനിക്ക് തോന്നുന്നു 17-18 മൈലേജ് കിട്ടുമായിരുന്നു. സിറ്റിയിൽ എന്ന് പറയുമ്പോൾ 10-12 മാക്സിമം. ഈ 4 മാസം ചേട്ടാ സിറ്റി ഓടിച്ച് എത്ര രൂപയ്ക്ക് പെട്രോൾ? അത് ഞാൻ പറയും ശരാശരി 2,500 കിലോമീറ്റർ ഓടും. അതെ, ഉറപ്പാണ്. അതെ, 1 ലിറ്ററിൽ 10-12 ഓടിയാൽ തന്നെയും എനിക്ക് ഏകദേശം ഒരു 20,000 രൂപ മാസം ഇതിന് പെട്രോളിനത്തിലാവും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കാൻ പോയത്. പക്ഷേ എൻ്റെ അനുഭവം ഇതാണ്. അതുകൊണ്ട് പുതിയ വണ്ടി വാങ്ങിക്കുന്നവർ 1-2 കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയണം തോന്നി. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തായാലും പ്രത്യേകിച്ച് നിങ്ങൾ ടാറ്റയുടെ പുതിയൊരു വണ്ടി എടുക്കുന്നെങ്കിൽ ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മുടെ പഞ്ച് EV കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഡെലിവറി എക്സ്പീരിയൻസ് എല്ലാം കൂടെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ അതിന് മുന്നേ എൻ്റെ അടുത്ത് ചേട്ടാ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് നോർമലി നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം കൂടിപ്പോയാൽ 1.5 മാസമായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് 4 മാസമായിട്ടും 2 ആഴ്ചക്കകത്ത് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്താ പറയുക നമ്മളെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതേ കണ്ടോ 4 മാസമായി ഇതുവരയ്ക്കും ചേട്ടന് ആ ഒരു വണ്ടി കിട്ടിയില്ല എന്നുള്ളതാണ്. എത്ര രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായെന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ചേട്ടൻ പറഞ്ഞത് കൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടാറ്റ എന്ന് പറയുന്നത് ആദ്യം തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമർ സർവീസ് വളരെ മോശമാണ് അല്ലേ? ഇതുപോലെ തന്നെയാണ് ആക്ച്വലി സർവീസിൻ്റെ കാര്യത്തിലും പലരും എന്താ പറയുന്നത്. നമ്മൾ ഒരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ അത് സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേയധികം കംപ്ലൈൻറ്റുകളാണ് ഉണ്ടാകുന്നത്. സോ അതൊക്കെ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അല്ലേ മറ്റൊരു വീഡിയോയിലൂടെ
പറയാനേ ഈ വണ്ടി കിട്ടുമ്പോൾ ഏത് പരുവത്തിൽ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും PDI എനിക്ക് തോന്നുന്നു ആ കളർ ഉണ്ടല്ലോ ഇപ്പൊ സൂപ്പർനോവ, അതെ സൂപ്പർനോവയിൽ അവന്റെ ആ ഒരു മഞ്ഞ കളർ ഇടാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ PDI പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഫെയിലർ ആയിട്ടുണ്ടാവാം. അതാണ് ആ കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, മിക്കവാറും അതായിരിക്കും കാരണം. എന്തായാലും ചേട്ടൻ്റെ പുതിയ വണ്ടി, അതും നമുക്ക് ഇഷ്ടമുള്ള കളറും അല്ല വരുന്നത്. പിന്നെ എന്താ പറയുക, അവസ്ഥ ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഓക്കെ ഇതെങ്കിൽ ഇത് എന്നുള്ള രീതിക്കാണ് ചേട്ടൻ ഇപ്പോൾ ആ ഒരു കളർ ഏതായിരുന്നു സൂപ്പർനോവ അല്ലേ, സൂപ്പർനോവ കോപ്പർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു വണ്ടി മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം ആ ഒരു ഡീലർഷിപ്പ് അത് നല്ലതാണോ എന്ന് ആദ്യം നോക്കുക. കൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ കാശ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ലോൺ അപ്രൂവ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ, അത് ബാങ്കുകാർ തന്നെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയുക. വണ്ടി യാർഡിൽ എത്തിയതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതല്ലേ നമുക്ക് നല്ലത്. ഇതിപ്പോൾ ഇവരുടെ കയ്യിലായി പൈസ ഫുള്ള്. സോ ഇത് മെയിൻ ആയിട്ട് ഇവരുടെ ഇത് 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് വണ്ടി കിട്ടുമെന്നൊക്കെ പറയണം. അവരുടെ ആ ഒരു ടാർഗറ്റ് എന്താ പറയാ റീച്ച് ആക്കാനുള്ള ഒരു പരിപാടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. 3:85 വരെ ഇരിക്കുമ്പോൾ അവർ സേഫ് ആണ്. അതെ, സേഫ് ആണ്, വേറെ പോകാൻ വഴിയില്ല, ഉറപ്പാണ്. ഇനി അല്ല എങ്ങനെ പോകും, നമ്മളെ പൈസ പോയി, നമ്മളെ വണ്ടിയും പോയി. അതെ, ഞാൻ വേറെ എന്റെ വണ്ടിക്ക് തിരിച്ചാന്ന് പറയുമ്പോ ആ വണ്ടി വിറ്റ് പോയെന്നാണ് അവർ പറഞ്ഞത്. ഓ ഓക്കെ ഓക്കെ, 3:85 ഞാൻ കൊടുക്കാം, അവരെ ഇരിക്കില്ല, കൊടുത്തയച്ചാൽ മതിയല്ലോ. അതെ അതെ, എനിക്ക് വണ്ടി തിരിച്ചത് കാരണം ഈ സിറ്റി കടന്ന് ഓടുന്നത് അതിന്റെ ഒന്നാം സിറ്റി ഓടേണ്ട ആവശ്യം വരുന്നില്ല, ഒരാൾക്ക് പോകാൻ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇതൊരു നിങ്ങളൊരു ഉറപ്പായിട്ടും ഇതൊരു ലെസണായിട്ട്, നമുക്ക് പറ്റിയൊരു അബദ്ധം അത് നിങ്ങൾക്കൊരു ലെസണായിട്ട് എടുക്കുക. നിങ്ങൾക്കും ഇതുപോലൊരു അബദ്ധം പറ്റാണ്ടിരിക്കട്ടെ, അതുകൊണ്ട് മാത്രമാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തി കേട്ടാ. എന്തായാലും ഉറപ്പായിട്ടും ടാറ്റ പഞ്ച് EV കിട്ടുമ്പോഴത്തേക്കും നമ്മളൊരു പുതിയ ഫേസ് ലിഫ്റ്റഡ് വണ്ടിയാണ്. ആറ്റിങ്ങലത്തെ ആദ്യ വണ്ടി ആയിരിക്കുമല്ലോ, ആദ്യത്തെ വണ്ടി ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും എന്തോ ആയിക്കോട്ടെ. എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ലൈക്കായിട്ട് അറിയിക്കുക. കൂടാതെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻ്റായിട്ട് ഇടുക. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അങ്ങനെയും ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെസൺ കിട്ടട്ടെ. അതേപോലെ തന്നെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.